നമസ്കാരം. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, MSC എന്ന് പറഞ്ഞൊരു കമ്പനി തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പിൻ്റെ 49% ഓഹരി വാങ്ങാൻ തയ്യാറായി വന്നതോടെ അത് രാഷ്ട്രീയ രംഗത്ത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി മാറി. മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ഏകദേശം 18 മുതൽ 21, 22 അടിയോളം താഴ്ചയുള്ളൊരു പോർട്ടാണത്. അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പോർട്ടിന് ഇത്രയേറെ പ്രത്യേകതയുള്ളതും. ഇപ്പം അതിൻ്റെ ടെക്നിക്കലായ അല്ലെങ്കിൽ ജോഗ്രഫിക്കലായ വശങ്ങളാണ് നിൽക്കട്ടെ. നമുക്കെന്തായാലും രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ചോദ്യചിഹ്നം ഉയർന്നു. ആര് കൊണ്ടുവന്നു, ആരാണ് ഇതിന് അപ്രൂവൽ കൊടുത്ത്? പല ആൾക്കാരും അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിണറായി വിജയൻ പറയുന്നത് തങ്ങളുടെ കാലത്ത് തങ്ങൾ അപ്രൂവൽ കൊടുത്ത് കൊണ്ടുവന്ന ഒന്നാണ് എന്നുള്ളതും, അതല്ല UDF പറയുന്നു ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അപ്രൂവലാണ് അതിന് കൊടുത്തത്, പിന്നീട് അത് പൂർത്തിയായത് പിണറായി വിജയൻ്റെ കാലത്താണെന്നുള്ളത്. എന്നിരുന്നാൽ പോലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമല്ല. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് ഈ 49% ഓഹരി വാങ്ങുന്നതിലൂടെ പലതരത്തിലുള്ള രാജ്യത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ വരുന്നുള്ളതും, അത് പൂർണ്ണമായിട്ടും ഒരു പ്രൈവറ്റൈസ് ആവുന്നുള്ളതും, സ്വകാര്യ മേഖല വന്നു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോകും എന്നുള്ള തരത്തിലുള്ള ഏറ്റവും പുതുതായി ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോമസ് ഐസക് പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രത്യേകിച്ച് MSC എന്ന് പറഞ്ഞ കമ്പനി വന്നതുകൊണ്ട് ഒരു ഉപകാരം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു ഉപകാരമൊന്നുമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് പൈസ ഇറക്കുന്നത് പെട്ടെന്നുള്ള ലാഭം കിട്ടാൻ വേണ്ടിയിട്ടില്ല, അതൊരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നുള്ളത് മാത്രമാണ് തോമസ് ഐസക് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ പോലുള്ള ഇത്ര സാമ്പത്തിക വിഷയത്തിൽ ഇത്രത്തോളം പ്രാവീണ്യം ഇല്ലാത്ത നമ്മളെ പോലെ ആൾക്കാർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാന സർക്കാരിന് മുമ്പോട്ട് വേണ്ട ദീർഘവീക്ഷണം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് VD സതീശൻ കൃത്യമായ നിലപാടുകൾ എടുത്തതും. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നിയമസഭയിൽ വലിയ തരത്തിലുള്ള വാക്പോര് നടക്കുന്നുണ്ട്. പിണറായി വിജയൻ പറയുന്നു ഇത് സർക്കാർ പൂർണ്ണമായി കണ്ണടച്ചുകൊണ്ട് അദാനിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, പണത്തിന് മീതെ ഒരു പരുന്തും പറക്കില്ല എന്നുള്ളതാണ് പൊതുവെ പറയാറുള്ളത്. നമുക്കറിയാം മോദി അദാനി ബന്ധം എങ്ങനെയാണ് എന്നുള്ളത്. മോദിയെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് അദാനിയാണെന്നുള്ളത് പലതരത്തിലുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരും ഈവൻ രാഹുൽ ഗാന്ധി പോലും പറയാറുള്ളത് മോദിയും അതേപോലെ അദാനിയും ബായ് ആണെന്നുള്ളതും. അതുപോലെ തന്നെ അദാനിയുടെ വീട്ടിലെ ഒരു കല്യാണ ക്ഷണത്തിന് പോലും ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കന്മാർ പങ്കെടുത്തപ്പോൾ പോലും രാഹുൽ ഗാന്ധി അത് നിഷേധിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പം അദാനി ഈ ഒപ്പിട്ടും വലിയ തരത്തിൽ വിവാദങ്ങൾ വരുന്നു. തൊട്ടടുത്ത് തന്നെ നിമിഷം സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ പറയേണ്ട നേതാവ് തന്നെയായ VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിന് അദാനിക്ക് കഴിയില്ല എന്നുള്ളതും ഇതിന് അപ്രൂവൽ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നുള്ളതും, പിന്നീട് കുറച്ച് രാജ്യാന്തര ഇൻ്റർനാഷണൽ കമ്പനികൾ വരുന്നത് കൊണ്ട് തന്നെ ബാക്കി കല അപ്രൂവലും കിട്ടേണ്ടത് ഈ പറഞ്ഞ പോലെ ദേശീയ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെന്നുള്ളതും, സംസ്ഥാന സർക്കാരിനോട് ഈ കാര്യം കൂടി ആലോചിച്ചിട്ടില്ല എന്നുള്ളതും അത് പറഞ്ഞ് അദ്ദേഹം നാവടക്കി കുറച്ച് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അദാനി മാപ്പാരോപണമായി രംഗത്ത് വരുന്നു. അദാനിയുടെ ഒഫീഷ്യൽ കത്ത് വരുന്നു, ഈ പറഞ്ഞ പോലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് അപ്രൂവൽ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു കത്ത് വരുന്നു. അപ്പോൾ തുടക്കത്തിൽ പിണറായി വിജയൻ്റെ ദേശാഭിമാനി അടക്കമുള്ള പല പത്രങ്ങളും മിഞ്ഞാന്നത്തെ പത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞത്തെ MSCയുടെ 49% ഓഹരി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി CPMൻ്റെ ആമുഖപത്രം അതിൻ്റെ ഫസ്റ്റ് പേജിൽ എഴുതിയത് ഇത് പിണറായി വിജയൻ്റെ ദീർഘവീക്ഷത്തോടെയുള്ള മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു കമ്പനികൾ, ഇൻ്റർനാഷണൽ കമ്പനികൾ കേരളത്തിലോട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞില്ല അപ്പോഴേക്ക് നിയമസഭയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നു. വിവാദങ്ങൾ പിണറായി വിജയൻ പറഞ്ഞത് അത്തരത്തിലുള്ള കമ്പനികൾ വരാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ പാർട്ടി മുഖപത്തിനും അത്തരം നിലപാടും ആവുന്നു. അത് വലിയ തരത്തിലുള്ള കോൺട്രവേഴ്സി ആവുന്നു. പെട്ടെന്ന് തന്നെ യു ടേൺ അടിക്കുന്ന കാര്യത്തിലെന്നും പ്രത്യേക കഴിവുള്ള അല്ലെങ്കിൽ പ്രാവീണ്യമുള്ള ഒരു സംസ്ഥാന സർക്കാർ ആയിരുന്നു പിണറായി വിജയൻ്റേത്. ആ വിഷയത്തിൽ യാതൊരുവിധ ചർച്ചയുമില്ല. അപ്പം എന്നിരുന്നാൽ പോലും അവസാനം യു ടേൺ അടിക്കുന്നു. അവരവരുടെ ദേശാഭിമാനി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന കൊടുത്ത ന്യൂസ് അടക്കം പിന്നീട് ഡിലീറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത് ഇന്നത്തെ ന്യൂസ് ദേശാഭിമാനി പത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ MSCയുടെ ഈ വരവിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളിലൂടെയാണ് പറയുന്നത്. VD സതീശൻ സർക്കാരിനെയും MSCയുടെ കമ്പനി വരുന്നതിനെയും പറയുന്നത്. അപ്പം എക്കാലത്തും അദാനിയുമായി ബായി ബന്ധം പുലർത്തിയുന്നത് BJPയുടെ പ്രമുഖമായ നേതാക്കന്മാരും മോദിയും, അതേപോലെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ അത് പിണറായി വിജയനും CPMൻ്റെ പല നേതാക്കന്മാരും ആണെന്നുള്ള വിഷയം
അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഈ MSc വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നത് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 49% ഓഹരി വിപണനം, അതായത് ഏകദേശം 13,000 കോടി രൂപയുടെ വിക്ഷേപണം. ഇതാണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഇപ്പോൾ കടന്നു വരുന്നത്. എന്തായാലും സതീശൻ അങ്ങനെ ഒരു പണത്തിന് മീതെയും പറക്കുന്ന പരുന്തല്ല എന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുത്തു. തങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പണവും വേണ്ട, അത്തരത്തിലുള്ള നേതാക്കളുമായി യാതൊരുവിധ ബന്ധവും വേണ്ട. എന്താ പറയുക, പിന്നാമ്പുറത്തിലൂടെ കടന്നു വരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ തങ്ങളുടെ സർക്കാരും താനും അതിന് വിധേയപ്പെട്ടവനല്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. മാത്രമല്ല ഇതിനെതിരെ അതിരൂക്ഷമായി അദ്ദേഹം നിയമസഭയിൽ പറയും, ഇത്തരത്തിലുള്ള ഒരു കരാറിലോട്ട് അദാനി ഗ്രൂപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമല്ല എന്നുള്ളത് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദാനി പിന്നീട് കേണുകൊണ്ട് സതീശന് കത്തയച്ചതടക്കമുണ്ടായത്. എന്തായാലും ഈ വിഷയം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാവുകയും CPM ആവശ്യത്തിൽ കൃത്യമായ മറുപടി കിട്ടുകയും ചെയ്തു. തോമസ് ഐസക്ക് ദീർഘവീക്ഷണമില്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളതിനപ്പുറം ഇതിന് വലിയ തരത്തിലുള്ള വിഷയങ്ങളില്ല. സംസ്ഥാന സർക്കാർ എന്താ പറയുക, വളരെ ശ്രദ്ധയോടെ, വളരെ എന്താ പറയുക, പക്വതയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. അതിലുപരി CPM പറയുന്ന പോലെ പല നിലപാടുള്ള അല്ലെങ്കിൽ ദ്വിനിലപാടുള്ള ഒരു പാർട്ടിയല്ല UDF എന്നുള്ളതും കോൺഗ്രസ് എന്നുള്ളതും ഈ ഒരു വിഷയത്തോടു കൂടി വ്യക്തമായ ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ഈ വിഷയം ഇവിടെ അവസാനിക്കും എന്നുള്ളത്. ഇതിൻ്റെ മറ്റു ആരോപണങ്ങളുമായി CPM എന്തായാലും വരും. നിലവിൽ അഴിമതി ആരോപണത്തിനായിട്ട് CPMന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പം ഇലക്ഷന് മുമ്പ് സതീശൻ അദാനിയെ കാണാൻ പോയി, അദാനിയെ ബന്ധപ്പെട്ട മറ്റ് നേതാക്കന്മാരെ കാണാൻ പോയി എന്ന് തരത്തിലുള്ള കള്ള വാർത്തകളെല്ലാം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ സൈബർ സെല്ലുകൾ തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിലുമായി ബന്ധപ്പെട്ട് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള പല കാര്യങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സൈബർ സെല്ലും പിണറായി വിജയൻ്റെ അനുയായികളും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന് യാതൊരുവിധ പേടിയില്ല. കാരണം സതീശൻ കൃത്യമായ നിലപാടുകൾ എന്നും നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി പറയുന്നുണ്ട്. സതീശനെ കുറിച്ച് പല നേതാക്കന്മാരും പറയുന്നൊരു കാര്യമുണ്ട്, സതീശന് പൊളിറ്റിക്സ് പറ്റിയതല്ല. പ്രത്യേകിച്ച് ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വീഡിയോയിൽ കേട്ടപ്പം അദ്ദേഹം ഒരു വാർത്തകൾക്ക് മാധ്യമത്തിനിടെ പറയുന്നൊരു കാര്യമുണ്ട്, സതീശന് പൊളിറ്റിക്സ് രാഷ്ട്രീയം ചേർന്നതല്ല. കാരണം അദ്ദേഹം പറയുന്നത് ബാക്കി എല്ലാ നേതാക്കന്മാരും ഫ്ലെക്സിബിളാണ്, കാര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന നേതാവാണ്. പക്ഷേ സതീശന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല. സതീശൻ നിങ്ങൾക്ക് ഒടിക്കാം, പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിളാക്കി വഴങ്ങുന്ന രീതിയിലോട്ട് എടുക്കാൻ സതീശന് പറ്റില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. അത് സത്യമാണ്. അതുകൊണ്ടാണ് സതീശൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പലപ്പോഴും അറിയപ്പെടുന്നതും. എന്തായാലും ഈ വിഷയത്തിലോട്ട് വരുമ്പോൾ വരും ദിവസങ്ങളിൽ കേരളം വലിയ തരത്തിലുള്ള ചർച്ചകളിലോട്ട് പോകും എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. എങ്ങനെയായിരിക്കും CPM ഈ വിഷയം ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നതും എങ്ങനെയായിരിക്കും UDF ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും പ്രതിരോധിക്കേണ്ട ആവശ്യം നിലവിലില്ല. കാരണം പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി സതീശൻ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ യാതൊരുവിധ തടസ്സവുമില്ലാതെ പറയേണ്ടത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലായിരിക്കും സതീശൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളതും അതിന് തിരിച്ചടിയായി അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി CPM ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി മുൻകൂട്ടി പോവുക എന്നുള്ളതും വരും ദിവസങ്ങളിൽ എന്തായാലും കാത്തിരുന്ന് കാണാം.